നമ്മുടെ ശുശ്രൂഷക സംഗമത്തിൻ്റെ വാർഷിക സമ്മേളനങ്ങളിൽ എല്ലാ വർഷവും വളരെ കാര്യക്ഷമമായി ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അതിലൊരു ശുശ്രൂഷക സമ്മേളനത്തിൽ ശുശ്രൂഷകന്മാർ ആവശ്യപ്പെട്ടു, ഞങ്ങളുടെ സങ്കടങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ പ്രിയപ്പെട്ട അച്ഛന്മാരും കൂടെ ഒന്ന് കേൾക്കുന്നത് നന്നാകും എന്ന് ഓർമ്മിപ്പിക്കുകയും അതനുസരിച്ച് ശുശ്രൂഷ സംഘത്തിൻ്റെ സംഘാടകർ വൈദിക സംഘത്തിൻ്റെ ത്രിദിന സമ്മേളനത്തിൽ ഒരു സെഷൻ ഇതിനുവേണ്ടി നീക്കി വെക്കണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇങ്ങനെ ഒരു പ്രത്യേക സെഷൻ ഈ ത്രിദിന സമ്മേളനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്രമീകരിച്ചത്. ഈ സെഷന് അധ്യക്ഷം വഹിക്കുകയും സന്ദേശം നൽകുകയും ചെയ്യുന്നത് ശുശ്രൂഷക സംഘത്തിൻ്റെ പ്രസിഡന്റായി അനുഗ്രഹീതമായി സേവനമനുഷ്ഠിക്കുന്ന അഭിനന്ദനായ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് തിരുമേനിയാണ്. തിരുമേനി ഏറെ സ്നേഹബഹുമാന ആദരവോടുകൂടി ഈ സെഷൻ ലീഡ് ചെയ്യുമെന്നൊക്കെ വണ്ണം സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ സെഷൻ മറ്റ് നിർദ്ദേശങ്ങൾ നൽകുന്നത് ശുശ്രൂഷക സംഘത്തിൻ്റെ സെൻട്രൽ കോർഡിനേറ്ററായി പ്രവർത്തിക്കുന്ന പഴയ സെമിനാരി ചീഫ് ലൈബ്രറിയൻ അതിനെ മാത്യൂസ് ജോൺ മനയിലച്ചനും ഇതിൻ്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന പ്രൊഫസർ ബാബു വർഗീസ് സാറുമാണ്. ഈ രണ്ട് പ്രിയപ്പെട്ടവരെയും വളരെ സ്നേഹബഹുമാന ആദരവോടുകൂടി ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്ത് അധ്യക്ഷ പ്രസംഗത്തിനായി അഭിമന്യ തിരുമേനിയെ സഭനെയും സ്വാഗതം ചെയ്യുകയും ചെയ്യും. അഭിമന്യ പിതാക്കന്മാരെ, വൈദിക സഹോദരങ്ങളെ, റമ്പാച്ചന്മാരെ, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്ന് ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു. വൈദിക സംഘത്തിൻ്റെ ഒരു മീറ്റിങ്ങിൽ ശുശ്രൂഷകരുടെ ആവശ്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ടോ എന്ന് ആദ്യം ഒരു സംശയമുണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും ശുശ്രൂഷ സംഘത്തിൻ്റെ എല്ലാ മീറ്റിങ്ങുകളിലും ശുശ്രൂഷക സംഘവുമായിട്ട് ബന്ധപ്പെട്ട സഹോദരങ്ങൾ എപ്പോഴും പറയും, വൈദികരുടെ സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഇടവുകൾ പിടിച്ചു നിൽക്കാൻ ഒക്കുകയുള്ളൂ. അതുകൊണ്ട് തിരുമേനി അച്ഛന്മാർ കൂടുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറയണം എന്ന് അവർ നിവേദനം നടത്തുകയും ആ വിധത്തിൽ ഇങ്ങനെ ഒരു അവസരം ഉണ്ടായാൽ അത് നല്ലതായിരിക്കും എന്ന് കരുതി അത് ഇതിൻ്റെ വൈദിക സംഘത്തിൻ്റെ ചുമതലക്കാരോട് പറഞ്ഞപ്പോൾ അവർ വളരെ സന്തോഷത്തോടെ ആദ്യത്തെ ദിവസത്തെ രാത്രിയിലെ ഒരു സെഷനായിട്ട് അത് ക്രമീകരിച്ചു. വൈദിക സംഘത്തിൻ്റെ എല്ലാ പ്രവർത്തകരോടുമുള്ള നന്ദി ആമുഖമായിട്ട് അറിയിക്കുകയാണ്. നമ്മുടെ വൈദിക ശുശ്രൂഷയിൽ ഇന്ന് വൈദികരെ കേന്ദ്രീകരിച്ചാണ് പലപ്പോഴും പല കാര്യങ്ങൾ പോകുന്നത്. എന്നാൽ പ്രധാന ശുശ്രൂഷകരും പള്ളി ജീവനക്കാരും ഒക്കെ എവിടെ ചെന്നാലും പരാതി പറയുകയും നിരാശരായി കഴിയുകയും അവരുടെ ആവശ്യങ്ങളിൽ സഭ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒരു പരിദേവനം പലയിടത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ട്രെയിൻഡായിട്ടുള്ള നല്ല ശുശ്രൂഷക്കാരുടെ അഭാവം ഇടവകയിലെ വൈദിക ശുശ്രൂഷയിലും അതുപോലെ തന്നെ ആരാധനയുടെ നിർവഹണത്തിലും ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് കൊള്ളാവുന്ന ആളുകൾ വരുന്നില്ല. വരുന്നവർ പോലും ഇത് ഒരു അപമാനകരമായ ഒരു തൊഴിൽ എന്ന നിലയിൽ പലപ്പോഴും മക്കളൊക്കെ പ്രായമായി കഴിയുമ്പോൾ കപ്പ്യാരുടെ മക്കളാണ് എന്ന് പറയാൻ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് മാറിപ്പോകുന്ന രംഗങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മുടെ വൈദിക ശുശ്രൂഷ അനുഗ്രഹകരമായി തീരണമെങ്കിൽ അതിനോടൊപ്പം ശക്തമായി ശുശ്രൂഷകരും അവരുടെ സാന്നിധ്യവും അവരുടെ സ്ഥാനവും വളരെ പ്രധാനപ്പെട്ടതാണ്. പല പുതിയ ചാപ്പലുകളിലും പള്ളികളിലും ഒക്കെ കണ്ടുവരുന്നൊരു പ്രതിഭാസം, ശുശ്രൂഷക്കാരനെ മൂപ്പൻ്റെ ചുമതലയോടെ ഏൽപ്പിച്ച് ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്ത് ശുശ്രൂഷക്കാരൻ്റെ സ്ഥാനം ഒരുപാട് താഴേക്ക് പോകുന്നുണ്ട്. അതുകൊണ്ട് പല വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട്. എവിടെയെങ്കിലും മറ്റു ജോലികളിലൊക്കെ ആയിരിക്കുന്നവരെ പിടിച്ചാണ് ഈ ചുമതല ഏൽപ്പിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ മതി, ബാക്കി കാര്യം ഞാൻ ചെയ്തോളാം എന്ന് പറയുന്ന ഒരു രീതി. ഈ അടുത്ത സമയത്ത് ഒരു അരമനയിൽ ഒരു ശുശ്രൂഷക്കാരൻ ചെന്ന് പറഞ്ഞ് തമാശയായിട്ടാണ് പറയുന്നത്, എടുക്കണ്ട, എന്നായിരുന്നു കുർബാനയ്ക്ക് ഉപയോഗിക്കുന്ന ആസിഡ് ഇവിടെ കിട്ടുമോ എന്ന് ചോദിച്ചു. വീഞ്ഞ് മേടിക്കാൻ പറഞ്ഞു വിട്ടതാണ്. അപ്പോൾ അവന് ടാപ്പിങ്ങിൻ്റെ ജോലിയാണ്. പക്ഷേ അവൻ ചെന്ന് ചോദിച്ചത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിന് വ്യക്തമായ ഒരു പരിശീലനം ലഭിക്കുന്ന നല്ല ശുശ്രൂഷക്കാരുള്ള ദേവാലയത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ അറിയാം,
അവിടുത്തെ ചിട്ടവട്ടങ്ങളിൽ അവരുടെ ശ്രദ്ധയും അതുപോലെ തന്നെ മറ്റ് ശുശ്രൂഷക്കാരുടെ സഹകരണവും. വൈദിക സംഘത്തിൻ്റെ ശുശ്രൂഷക സംഘത്തിൻ്റെ ചുമതല നേരത്തെ അഭിമന്യ ഗ്രിഗോറിയോസ് തിരുമേനി ആയിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 2 വർഷമായിട്ട് ബലഹീനനായ എന്നെ ചുമതലപ്പെടുത്തി. ഇപ്പോൾ 2 മീറ്റിങ്ങുകളായിട്ടാണ് ശുശ്രൂഷക സംഘത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. മെയ് മാസത്തിൽ ആദ്യമായി മധുവായിൽ പ്രവേശിക്കുന്ന ഓൾട്ടർ ബോയ്സിൻ്റെ ഒരു സമ്മേളനവും ക്യാമ്പുമായിട്ടാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 480-ലധികം കുഞ്ഞുങ്ങൾ മലങ്കര സഭയുടെ മിക്കവാറും എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്നും കേരളത്തിനുള്ള അകത്തുള്ള ഭദ്രാസനങ്ങളിലെ ശുശ്രൂഷക്കാർ വന്നു. മറ്റ് ബാഹ്യ കേരള ഭദ്രാസനത്തിലൊക്കെ ആ ഭദ്രാസനത്തിൻ്റെ ചുമതലകൾ ഇങ്ങനെ ക്യാമ്പ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒക്ടോബർ മാസത്തിൽ പ്രധാന ശുശ്രൂഷകരുടെ ഒരു സമ്മേളനവും കൂടെ നടക്കുന്നുണ്ട്. അത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. ആദ്യത്തേത് പാമ്പാടിയിൽ വെച്ച് നടന്നു. രണ്ടാമത്തെ കഴിഞ്ഞ വർഷത്തേത് കുന്നംകുളത്ത് വെച്ചാണ്. പരിശുദ്ധ ബാവാ തിരുമേനി ആദ്യോട് അവസാനം ആ സമ്മേളനത്തിൽ പങ്കെടുത്തവർക്കൊക്കെ സമ്മാനങ്ങളൊക്കെ നൽകിയത് പ്രധാന ശുശ്രൂഷകർ നന്ദിയോടെ ഓർക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രധാന ശുശ്രൂഷകരുടെ ഒരു വലിയ ഗണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വൈദികർക്ക് പരിശീലനവും അതുപോലെ തന്നെ അവരുടെ ശമ്പള പദ്ധതിയുമൊക്കെ സഭ നടപ്പാക്കുമ്പോൾ ഇത് എസൻഷ്യലായിട്ടുള്ള ഒരു പോസ്റ്റാണ് എന്നുള്ളൊരു ബോധ്യം സഭയ്ക്കുണ്ടാകണം. പ്രത്യേകിച്ച് വൈദികർ അവർക്ക് അവരുടെ സ്ഥാനം അനുവദിച്ചും അതുപോലെ തന്നെ അവരെ അതിൻ്റെ വിധത്തിൽ അവരെ ബഹുമാനിക്കുവാനും കരുതുവാനും വൈദികർക്ക് ചുമതലയുണ്ട്. അതുകൊണ്ട് അവർ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളുമൊക്കെ അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശുശ്രൂഷക സംഘത്തിൻ്റെ കോർഡിനേറ്ററായിരിക്കുന്ന പ്രിയപ്പെട്ട മാത്യൂസ് ജോണച്ചനും അതുപോലെ തന്നെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന ബാബു വർഗീസ് സാറും ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. കുറച്ച് പേരെയുള്ള എങ്കിലും ഇവിടെ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷേ പുരോഹിതൻ മാസികയിലൂടെ കൂടുതൽ വൈദികർക്ക് അവരുടെ അറിവിലേക്ക് അത് പ്രസിദ്ധീകരിക്കപ്പെടും എന്ന് കരുതുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ മനസ്സിലുള്ളത് ഒരു 10 പേരെയെങ്കിലും ഓരോ വർഷം ഒരു വർഷത്തെ കോഴ്സിൽ പരിശീലിപ്പിച്ച് പ്രീ ഡിഗ്രി വരെ പാസ്സായി നല്ലപോലെ വായിക്കുകയും പാടുകയും ഒക്കെ ചെയ്യുന്നവരെ ഒന്ന് പരിശീലിപ്പിക്കുക. നമുക്ക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. അവരെ പരിശീലിപ്പിച്ചാൽ ഈ പള്ളികളിലൊക്കെ അല്പം ഒന്ന് പ്രസംഗിക്കുവാനും അതുപോലെ തന്നെ ശുശ്രൂഷകളൊക്കെ നിർവഹിക്കുവാനും തക്കവണ്ണം അവരുടെ സ്ഥാനം കുറച്ചുകൂടെ മാന്യമാക്കി തീർക്കുവാൻ വന്യ വൈദിക സഹോദരങ്ങളുടെ സഹകരണം വളരെയേറെ ആവശ്യമാണ്. ചില വൈദികർ അവരെക്കുറിച്ച് കാര്യമായി ഗണിക്കുന്നില്ല, അവരെ അവഗണിക്കുന്നു, അവരെ ആക്ഷേപിക്കുന്നു എന്നൊക്കെ ഉള്ള സങ്കടമുണ്ട്. എന്നാൽ അനേകം വൈദികർ അവരെ കരുതുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്, ഇടവകയിൽ അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നുണ്ട് എന്നൊക്കെയും പറയുന്നതും വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. അതുകൊണ്ട് ഈ ഒരു ചെറിയ ഡിസ്കഷൻ ചർച്ച നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണത്തിൽ പൂർത്തീകരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട മാത്യൂസ് ജോണച്ചൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് നമ്മളോട് പറയും. അച്ഛനെ അതിനുവേണ്ടി പ്രത്യേകമായി ക്ഷണിക്കും. അഭിമന്യ പിതാക്കന്മാരെ, ബ്രഹ്മാച്ചന്മാരെ, ഗോർബിസ്കോപ്പന്മാരെ, വൈദിക സഹോദരങ്ങളെ, അഭിമന്യ തിരുമേനി ശുശ്രൂഷക സംഘത്തിൻ്റെ പ്രവർത്തന ശൈലിയെക്കുറിച്ച് നിങ്ങൾ ബോധ്യപ്പെടുത്തി. പ്രധാന ശുശ്രൂഷകരെ നമ്മുടെ ഇടവകയുടെ മേഖലകളിൽ അംഗീകാരം നൽകി നമ്മുടെ വൈദിക ശുശ്രൂഷയുടെ സഹായകരായി കൂട്ടുചേർത്ത് നിർത്തണം എന്നുള്ള അവരുടെ ആഗ്രഹം നമ്മുടെ വൈദിക സഹോദരങ്ങളുമായിട്ട് പങ്കിടുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഈ ഉദ്യമത്തിൻ്റെ ഭാഗം. നമുക്കറിയാം, വൈദിക സഹോദരങ്ങളുടെ ബലവും ബലഹീനതയും ഏറ്റവും അടുത്ത് നിന്നറിയുന്ന ഒരു കൂട്ടം ആളുകളാണ് നമ്മുടെ ശുശ്രൂഷകർ. നമ്മുടെ ബലമെന്താണ്, ബലഹീനത എന്താണ് എന്ന് അടുത്തറിയുന്ന അവരെ പലപ്പോഴും നമ്മൾ അല്പം ദൂരെയായിട്ട് എല്ലാ ഇടങ്ങളിലും നിർത്തുന്നു എന്നുള്ള ഒരു പരിദേവനം അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രധാന കാര്യമാണ്. അവർക്ക് മാന്യമായ അംഗീകാരം കൊടുക്കുവാൻ നമുക്ക് സാധ്യമാകണം.
അതോടൊപ്പം തന്നെ നമ്മുടെ സഭയിൽ പ്രധാന ശുശ്രൂഷകർക്ക് ഒരു ശമ്പള സ്കെയിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. ശമ്പള സ്കെയിൽ ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത് നടപ്പിൽ വരുത്താത്ത അനേക ഇടവകകൾ നമ്മുടെ സഭയിലുണ്ട്. അതിന് നേതൃത്വം കൊടുക്കേണ്ടത് നമ്മളുടെ വൈദിക സഹോദരങ്ങൾ തന്നെയാണ്. സഭയായി ആലോചിച്ച് നടപ്പിൽ വരുത്തിയിട്ടുള്ള ശമ്പള സ്കെയിൽ മിനിമം എങ്കിലും അവർക്ക് കൊടുത്തു തുടങ്ങുവാൻ ഓരോ ഇടവകളിലും സാധ്യമാകണം. 3000, 3500 തുടങ്ങിയിട്ടുള്ള സ്കെയിലുകൾ മാത്രമേ ഉള്ളൂ. അതുപോലും കൊടുക്കാത്ത ഇടവകൾ ധാരാളം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ നമ്മുടെ വൈദിക സഹോദരങ്ങൾ അല്പം ശ്രദ്ധ വെക്കുകയും നമ്മുടെ ഇടവകളിൽ ഈ സ്കെയിൽ നിലവിൽ വരുത്തുവാനായിട്ട് പൊതുയോഗത്തെ കൊണ്ട് ചില തീരുമാനങ്ങൾ എടുപ്പിക്കുകയും ചെയ്യുമ്പോൾ മുന്നോട്ടുള്ള വർഷങ്ങളിൽ അതിന് തക്കവണ്ണമായിട്ടുള്ള വർധനവ് അവർക്ക് ലഭിക്കും എന്നുള്ളത് ഇതിനെ ആകർഷകമാക്കും തീർച്ചയായിട്ടും എന്ന് നമ്മൾ പ്രത്യേകമായിട്ടും അറിഞ്ഞിരിക്കണം. അതുപോലെ സഭാതലത്തിൽ ഈ പ്രധാന ശുശ്രൂഷകരെ സഹായിക്കേണ്ടതിന് ഇൻഷുറൻസ് ക്രമീകരിച്ചിട്ടുണ്ട്. ഈ ഇൻഷുറൻസിനെ കുറിച്ച് അറിവുകൾ ലഭിക്കുന്നത് വൈദികരിൽ കൂടിയാണ്. ഇവർക്ക് ഇതുപോലെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുവെന്ന് വൈദികരിൽ കൂടി അറിയിപ്പുകൾ ലഭിക്കുമ്പം ആ അറിയിപ്പുകൾ കൈമാറപ്പെടാതെ ശുശ്രൂഷക തലത്തിലേക്ക് കൈമാറപ്പെടാതെ ഇരിക്കുന്ന പല മേഖലകളുമുണ്ട്. അത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതിന് നമ്മുടെ പക്കൽ അയച്ചു തരുന്ന എഴുത്തുകൾ, അതിന് സഹായകരമായ ഇൻഷുറൻസിൻ്റെ ആപ്ലിക്കേഷൻ ഫോമുകൾ, ഇതൊക്കെ ഒന്ന് വാങ്ങി നൽകുവാനായിട്ട് ഇടയാകുക. ഇങ്ങനെ അവരെ സഹായിക്കുവാൻ തക്കവണ്ണം സാധ്യമാകുന്ന സാധ്യതകൾ നമ്മളെ വൈദിക സഹോദരങ്ങൾ കണ്ടെത്തി പ്രയോജനപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയാകുന്നതോടൊപ്പം നമ്മളുടെ ഇടവക തലത്തിലുള്ള വൈദിക ശുശ്രൂഷയും അവരുടെ ശുശ്രൂഷകളും ഭംഗി ആക്കുവാനായിട്ട് സാധിക്കുന്ന ചില നിർദ്ദേശങ്ങൾ കൂടി ഈ ശുശ്രൂഷക സംഘത്തിൻ്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. പലയിടങ്ങളിലും നടപ്പിൽ വരുത്തിയിട്ടുള്ളതും പല വൈദികരും അതിനകത്ത് ശുഷ്കാന്തി കാണിച്ചുകൊണ്ട് നൽകുന്നതുമാണ് തീർച്ചയായിട്ടും എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് ചിലരെങ്കിലും അതിനകത്ത് അല്പം പുറകോട്ട് നിൽക്കുന്നില്ലേ എന്നുള്ള സംശയം ഉൾക്കൊണ്ടുകൊണ്ടുമാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. നമ്മുടെ ആരാധന ഏറ്റവും ഭംഗിയാക്കപ്പെടുന്നത് വൈദികരോട് ചേർന്ന് ശുശ്രൂഷകരുടെ ഇടപെടലാണ്. പക്ഷെ പല മേഖലകളിലും ശുശ്രൂഷകർക്ക് ആരാധനയോടൊരു പങ്കാളിത്തം എങ്ങനെയൊക്കെ ഒരുങ്ങണം എന്ന് ചിലരെങ്കിലും അറിയപ്പെടാതെ പോകുന്നുണ്ട്. കൈവപ്പ് കൊടുക്കുന്നതിന് മുമ്പ് കുറേ കാലഘട്ടങ്ങളിൽ നമ്മൾ നമസ്കാരമേശയിൽ നിർത്താറുണ്ടായിരിക്കാം. അതിനുശേഷം മെത്രാപ്പോലിത്തന്മാരെ കൊണ്ട് കൈവപ്പ് കൊടുക്കുന്നുണ്ടാകാം. പക്ഷെ അതിനു മുമ്പ് തീർച്ചയായിട്ടും വൈദികര് അവർക്ക് കൊടുക്കേണ്ട ചില ശിക്ഷണങ്ങൾ, എങ്ങനെ ആരാധനയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങണം, ഏതൊക്കെ പ്രാർത്ഥനകൾ നിർവഹിക്കണം, പൂർത്തീകരിക്കണം, ഇത് തീർച്ചയായിട്ടും അവരെ ബോധ്യപ്പെടുത്തുവാനായിട്ട് വൈദികരുടെ ഭാഗത്തു നിന്ന് സാധിക്കണം. അതോടൊപ്പം തന്നെ ചില ഡ്രസ് കോഡുകൾ നമ്മുടെ മദ്ബഹായ്ക്കകത്ത് ഉപയോഗിക്കുവാൻ, ഇത് ഞാൻ പൊതുവായിട്ടാണ് പറയുന്നത്, പ്രധാന ശുശ്രൂഷകരെയും മറ്റ് ശുശ്രൂഷകരെയും രണ്ടായിട്ട് കണ്ടുകൊണ്ടല്ല ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. മദ്ബഹായിൽ പ്രവേശിക്കുന്നവർ പാലിച്ചിരിക്കേണ്ട ചില ഡ്രസ് കോഡുകളെ കുറിച്ച് നമ്മുടെ ശുശ്രൂഷകർക്ക് ചില ബോധ്യങ്ങൾ നൽകണം. ഏത് ഡ്രസ്സും ഇട്ടുകൊണ്ട് മദ്ബഹായിൽ പ്രവേശിക്കാം, ഏത് കളറും ഉപയോഗിക്കാം, ഏത് ടീഷർട്ട് ഉപയോഗിക്കാം,
ഇങ്ങനെയുള്ളതിനൊന്നും ഒരു മാനദണ്ഡം ഇല്ലാത്ത ഇടങ്ങളുണ്ട്. അതിന് അപ്പുറമായി നമ്മുടെ ശുശ്രൂഷകരോട് ഈ ഡ്രസ് കോഡിനെ കുറിച്ച് സംസാരിക്കുകയും മാന്യമായ ഒരു ഡ്രസ് കോഡിൽ ശുശ്രൂഷകർ മദ്ബഹായ്ക്കകത്ത് കടന്നു വരുവാനായിട്ട് അവരോട് ആവശ്യപ്പെടുകയും ചെയ്യുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. മൈക്കിൻ്റെ ഉപയോഗം നമ്മുടെ വൈദികർ തന്നെ പലപ്പോഴും അമിതമായ മൈക്കിൻ്റെ ഉപയോഗം നിർവഹിക്കുന്നവരാണ്. പക്ഷെ അത് ശുശ്രൂഷകരെ നമ്മളൊന്ന് നിയന്ത്രിക്കേണ്ടതായിട്ടില്ലേ എന്ന് പലയിടത്തും പലപ്പോഴും തോന്നാറുണ്ട്. നമ്മുടെ ജനത്തിന് ഇന്ന് ആരാധനയിൽ അർത്ഥവത്തായ ഭാഗഭാഗിത്വം ലഭിക്കാതെ മൈക്ക് അമിതമായി ഉപയോഗിക്കപ്പെടുന്നത് കൊണ്ട് ഇതിനോട് ചേർന്ന് ജനത്തിന് ആരാധനയുടെ പങ്കാളിത്തം ലഭിക്കാതെ പോകുന്നത് ഓർത്തഡോക്സ് സഭയുടെ ഇന്നത്തെ ഒരു വലിയ പ്രതിസന്ധിയായിട്ട് തോന്നുകയാണ്. അതിന് ചില നിയന്ത്രണങ്ങൾ, ചില ഇടപെടലുകൾ നമ്മുടെ വൈദിക ഭാഗത്ത് നിന്ന് ഉണ്ടാകുവാനായിട്ട് ശ്രദ്ധിക്കുകയും ആരാധനയുടെ നല്ല പങ്കാളിത്തത്തിന് നമ്മൾ വൈദിക സെമിനാരിയിൽ നാം അഭ്യസിച്ചിട്ടുള്ളതുപോലെ ശുശ്രൂഷകർക്ക് ശനിയാഴ്ച വൈകുന്നേരം തന്നെ ചില ടേണുകളൊക്കെ കൊടുക്കുകയും അത് മാറി മാറി മദ്ബഹായിൽ വരുന്ന എല്ലാവർക്കും ലഭ്യമാകത്തക്കവണ്ണം ഒരു ടേൺ സംവിധാനം നമ്മുടെ ഇടവകളിൽ ക്രമീകരിക്കുകയും ചെയ്യുന്നതും ആരാധനയിൽ ഭാഗഭാഗിത്വത്തിനും ഭംഗിയാക്കലിനും കൂടുതൽ സഹായിക്കും എന്ന് ശുശ്രൂഷക സംഘം കരുതുന്നു എന്നുള്ളത് നമ്മുടെ വൈദികരോട് പ്രത്യേകമായിട്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ആദ്യമേ ഓർമ്മിപ്പിച്ച പ്രധാന ശുശ്രൂഷകരോട് അല്പം സ്നേഹമായിട്ട് പെരുമാറുവാനും ഇവിടെ വാട എന്നൊക്കെയുള്ള ഇടപെടലുകൾ അല്പമായിട്ട് ഒഴിവാക്കി അവരോട് സംസാരിക്കുന്നതും നന്നായിരിക്കും. അവർക്കും നമ്മുടെ ഭക്ഷണമേശയിൽ ഒരു ഗ്ലാസ് ചായ കുടിക്കുവാൻ ഉള്ളൊരു അവകാശം നമ്മളോട് ചേർന്ന് നൽകുകയും ചെയ്യുമ്പോൾ അവരുടെ സ്ഥാനം അല്പമെങ്കിലും ഉയർത്തുവാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നാണ് ശുശ്രൂഷക സംഘം കരുതുന്നത്. ആ തരത്തിൽ ചില ഇടപെടലുകൾ വൈദിക സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകണമേ എന്ന്, അത് കൂടുതൽ ചർച്ചകൾക്ക് നമ്മൾക്ക് അടുത്ത അരമണിക്കൂർ സമയം നിങ്ങളുടെ അഭിപ്രായം കൂടെ ഈ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുവാനായിട്ട് സാധിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. ഇത്രയുമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്തുവാനായിട്ട് ശുശ്രൂഷക സംഘം ആഗ്രഹിക്കുന്നത്. മറ്റ് ചില ചിന്തകൾ കൂടി ബഹുമാനപ്പെട്ട ബാബു വർഗീസ് സാർ ഈ പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുകയാണ്. ബാബു വർഗീസ് സാർ ഇപ്പോൾ നിർവഹിക്കുന്നതാണ്. അതിനെ തുടർന്ന് വൈദിക സഹോദരങ്ങളുടെ ഭാഗത്തു നിന്നുള്ള ചില കൂടുതൽ നിർദ്ദേശങ്ങളും ചർച്ചകളും ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതൊരു ക്ലാസ് അല്ല, ഇതൊരു ചർച്ചാവേദിയാണ് എന്ന് പ്രത്യേകമായിട്ട് ഓർക്കുക. കേട്ടിരുന്നതിൽ എല്ലാവർക്കും നന്ദി അറിയിക്കുകയും ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ബാബു വർഗീസ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ത്രിയേക ദൈവത്തിൻ്റെ ധന്യനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഖില മലങ്കര ശുശ്രൂഷ സംഘത്തിൻ്റെ പ്രസിഡന്റ് വന്യ തീമോത്തിയോസ് തിരുമേനി, യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡന്റ് അഭിവന്യ പോളിക്കോപ്പോസ് തിരുമേനി, വന്യ കോറപ്പിസ്കോപ്പാച്ചന്മാരെ, വന്യരായ റെമ്പാച്ചന്മാരെ, വന്യരായ വൈദിക ശ്രേഷ്ഠരെ, ഞാൻ കുർബാനയിൽ ഉപയോഗിക്കുന്ന പോലെ വളരെ ഭയത്തോടും വിറയിലോടും കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. ഒരു ലേമനായിരിക്കുന്ന ഞാൻ വന്യരായ വൈദിക ശ്രേഷ്ഠയുടെ മുമ്പാകെ നിന്ന് സംസാരിക്കുക എന്ന് പറയുന്നത് ഉചിതമാണോ എന്ന് പോലും ഞാൻ സംശയിക്കുന്നുണ്ട്. എങ്കിലും ശുശ്രൂഷക സംഘം എന്ന് പറയുന്നത് വന്യ വൈദിക ശ്രേഷ്ഠരോടൊപ്പം നിന്നുകൊണ്ട് ആരാധന ശ്രേഷ്ഠമാക്കുവാൻ വേണ്ടി നമ്മൾ പ്രയോജനപ്പെടുത്തുന്നു എന്നതിനാൽ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നതായ ഫീഡ്ബാക്കുകൾ, അതിനനുസരിച്ചുള്ളതായ ശുശ്രൂഷ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ അല്പമായി ഒന്ന് വിലയിരുത്താം എന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അധികകാലമായിട്ടില്ല ഈ ശുശ്രൂഷക സംഘം, അതിന് ഷോർട്ട് ഫോം ആമോസ്.
അഖില മലങ്കര ഓർത്തഡോക്സ് ശുശ്രൂഷക സംഘം. ഇതിൻ്റെ പ്രവർത്തനം ഏതാണ്ട് 7 വർഷമേ ആയിട്ടുള്ളൂ. അതിൻ്റെ ചാബല്യം ഇപ്പോഴും ഉണ്ട്. ഇതിൻ്റെ പ്രവർത്തനം സെൻട്രൽ കമ്മിറ്റി, ഈ സെൻട്രൽ കമ്മിറ്റി ബാക്കി ഉള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. സെൻട്രൽ കമ്മിറ്റിക്ക് താഴെയായിട്ട് സോണൽ, ഞങ്ങൾ 4 ഭദ്രാസനങ്ങൾ വെച്ചൊരു സോണലായിട്ട് തിരിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ അടൂർ വരെയുള്ളതായ ഭാഗം സൗത്ത് സോണായിട്ടും, തുമ്പമൺ ഭദ്രാസനം, ഇടുക്കി, നിരണം, ചെങ്ങന്നൂർ ഈ ഭാഗങ്ങൾ ചേർന്ന് സെൻട്രൽ സോണ്, ട്രാവൻകൂർ സോണ്, കോട്ടയം മുതലായ 4 ഭദ്രാസനങ്ങൾ ചേർത്ത് സെൻട്രൽ സോണ്, വടക്ക് ഭാഗത്തേക്ക് നോർത്ത് സോണ്, ഗൾഫ് സോണ്, ഇങ്ങനെ വിവിധ സോണൽ തലത്തിൽ അതിന് വൈസ് പ്രസിഡന്റുമാരും സെക്രട്ടറിമാരും ഉണ്ട്. ഓരോ ഭദ്രാസനങ്ങളിലും ഭദ്രാസന വൈസ് പ്രസിഡന്റ് ഒരച്ഛനും ഭദ്രാസനത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിട്ട് ഒരു ലെമനും, ഈ രീതിയിൽ ഭദ്രാസനത്തിൻ്റെ പ്രവർത്തനം നടന്നു വരുന്നു. ഇത് താഴോട്ട് ഒന്ന് വ്യാപിപ്പിക്കാൻ ഇപ്പോൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനനുസരിച്ച് ഭദ്രാസന പൊതുയോഗങ്ങൾ കൂടി ഡിസ്ട്രിക്ട് ലെവലിലേക്ക് അത് എത്തിയിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റിൽ 10 അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ 15 പള്ളികൾ ചേർന്ന ഒരു ഡിസ്ട്രിക്ട് ഉണ്ടാകുമ്പോൾ ആ ഡിസ്ട്രിക്റ്റിന് ഒരു വൈസ് പ്രസിഡന്റ് അച്ഛനും അതിന് ഒരു ജനറൽ സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറിയും ട്രഷററും ഉൾപ്പെടുന്നതായ ഒരു കമ്മിറ്റി ഡിസ്ട്രിക്ട് ലെവലിൽ പ്രവർത്തിച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഇത് വീണ്ടും താഴോട്ട് യൂണിറ്റ് ലെവലിലേക്ക് വിവിധ ഇടവകളിൽ ആയിട്ടുണ്ട്. യൂണിറ്റ് ലെവലിൽ തീർച്ചയായിട്ടും അതില്ലാത്തതായ ഇടവകളിൽ യൂണിറ്റ് തലം ഉണ്ടാകേണ്ടത് വളരെ അത്യാവശ്യമാണ്. എല്ലാ ശനിയാഴ്ചയും വൈകിട്ട്, അല്ലാത്ത ദിവസങ്ങളൊക്കെ അവർക്ക് കൂടാമെങ്കിലും സാധാരണ ഞങ്ങൾ ഇപ്പം കാണുന്നത് ശനിയാഴ്ച വൈകിട്ട് സന്ധ്യാനമസ്കാരത്തിന് ശേഷം ആ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് കൂടിയിരുന്ന് പിറ്റേ ദിവസത്തെ വായന, അതിൻ്റെ ലേഖനങ്ങൾ അതൊക്കെ എടുത്തൊന്ന് വായിച്ച് പിറ്റേ ദിവസത്തേക്ക് ആരൊക്കെയാണ് മർബാസ എടുക്കേണ്ടത്, ഇടവായന വായിക്കേണ്ടത്, ഇതൊക്കെ ഒന്ന് ക്രമീകരിക്കുവാൻ തക്കവണ്ണം അവരൊന്ന് കൂടുന്ന പതിവാണ്. അത് യൂണിറ്റ് തലത്തിൽ അതിൻ്റെ പ്രവർത്തനം ഏതാണ്ട് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മുകൾ മുതൽ താഴോട്ട് ഒരുവിധം ഭംഗിയായിട്ട് ഈ കാര്യങ്ങൾ നടന്നു വരുന്നു. ഇതാണ് നമ്മുടെ പ്രവർത്തനത്തിൻ്റെ ശൈലിയായിട്ട് ഇപ്പോൾ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കാലയളവിനെ കുറിച്ച് നമുക്കറിയാം. ശുശ്രൂഷകരെ ലഭിക്കുവാൻ വളരെ പ്രയാസമാണ്. തിരുമേനിയും അച്ഛനും ഓർമ്മിപ്പിച്ചുവല്ലോ. വിവിധ ഇടവകളിൽ ശുശ്രൂഷകർ, നമ്മളൊക്കെ ഈ ശുശ്രൂഷകർ എന്നൊക്കെ പറയുന്നെങ്കിലും അവരുടെ പേര് കപ്പിയാർ എന്ന് തന്നെ നമ്മൾ വിളിച്ചാൽ ഇത് പലരും ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ പോസ്റ്റിലേക്ക് വരാൻ, പ്രത്യേകിച്ച് കൊച്ചു പള്ളികളിലേക്കൊക്കെ വരാൻ, ഒത്തിരി ആദായമൊക്കെ കിട്ടുന്നിടത്ത് വരാൻ ചിലപ്പോൾ ആളിനെ കണ്ടെന്നിരിക്കും. എന്നാൽ സാധാരണ ഒരു പള്ളിയിലേക്ക് ഇപ്പോൾ ഉള്ളതായ ശുശ്രൂഷകരുടെ കാലം കഴിഞ്ഞാൽ അടുത്ത ഒരു ശുശ്രൂഷകരായി വരുവാൻ ആളുകൾ വളരെ വിമുഖത കാണിക്കുന്നു എന്നുള്ളൊരു സത്യാവസ്ഥയാണ്. ആയതിനാൽ നമുക്ക് ഇവരുടെ ഈ പേരുൾപ്പെടെയുള്ളതായ കാര്യങ്ങൾക്കൊരു മാറ്റം വരുത്തണം എന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ അംഗീകാരം സുന്നകദോസിൽ നിന്നാണ് ലഭിക്കേണ്ടത്. അവരുടെ വേഷവിധാനം, പ്രധാന ശുശ്രൂഷകർക്ക് നൽകേണ്ടതായ വേഷം, അവർക്ക് അവരെ സംബോധന ചെയ്യുന്നത് ഈ കപ്പ്യാറെന്നോ അല്ലെങ്കിൽ ശുശ്രൂഷകനെന്നോ ഒക്കെ പറയുന്നതിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തിയാൽ നന്നായിരിക്കുമെന്ന് പലയിടത്തു നിന്നും അഭിപ്രായമുണ്ട്. അതിന് കാരണം തിരുമേനി തന്നെ ഓർമ്മിപ്പിച്ചു. എനിക്കറിയാം, ഈ അടുത്ത സമയത്ത് ഒരു പള്ളിയിൽ, അച്ഛൻ ഇവിടെ ഇരിപ്പുണ്ട്, ഒരു പള്ളിയിൽ ശുശ്രൂഷകന് യാത്രയപ്പായിരുന്നു. ഞാൻ അന്വേഷിച്ചപ്പോൾ ആ ആളിന് 55 വയസ്സേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, എന്താ ഇപ്പം അങ്ങ് മാറുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ശരീരത്തിന് അത്ര നല്ല സുഖമില്ല എന്നൊക്കെ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ചെറുപ്പമല്ല. എന്നാലും ഞാൻ അതിൽ നിന്ന് പിന്നെ മനസ്സിലാക്കാൻ സാധിച്ചത് ആ ആളിൻ്റെ മക്കളൊക്കെ ഒത്തിരി നല്ല നിലയിലെത്തി. 1-1.5 ലക്ഷം രൂപ ശമ്പളം വാങ്ങിക്കുന്ന മക്കളൊക്കെ ഉണ്ട്. അവരൊക്കെ വിവാഹം കഴിക്കാത്ത മക്കളാണ്. അവരൊക്കെ കല്യാണ ഫീൽഡിലേക്ക് വരുമ്പോൾ ഈ കപ്പ്യാരുടെ മോന് എന്നൊക്കെ പറയുന്നത് ഒരു കുറച്ചിലായിട്ട് പലർക്കും തോന്നൽ വരുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ പേരിനും അവരുടെ വേഷത്തിനും അവർക്കുള്ളതായ ചില മാന്യതകൾക്കും ഒക്കെ നമ്മളൊന്ന് വ്യത്യാസം വരുത്തേണ്ടതായ കാര്യമുണ്ട്. അതിപ്പോൾ ഞങ്ങൾ മാത്രമൊന്നും തീരുമാനിച്ചാൽ അത് നടപ്പാകുകയില്ല എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്നാൽ ഈ ശുശ്രൂഷകളിൽ നിന്ന് ലഭിക്കുന്നതായ ചില ഫീഡ്ബാക്കിൽ നിന്ന് ഞാനൊന്ന് പറഞ്ഞു പോകട്ടെ, എന്നോട് ക്ഷമിക്കണം. പലപ്പോഴും പല പ്രായമുള്ള 65, 70, 75 വയസ്സുള്ളതായ പ്രായമുള്ള അച്ചായന്മാർ പ്രധാന ശുശ്രൂഷകരായിരിക്കുന്ന പള്ളികളൊക്കെ ഉണ്ട്. അവിടെ ദയവായി ക്ഷമിക്കണം ഞാൻ പറയുന്നില്ല, എനിക്ക് കിട്ടിയ ഫീഡ്ബാക്കിൽ നിന്നാണ്.
ഇപ്പോൾ പട്ടം കിട്ടി 23 വയസ്സ് മുതൽ 30 വയസ്സ് 35 വയസ്സ് വരെ ഒക്കെ ഉള്ളതായ ചെറുപ്പക്കാരായിട്ടുള്ള അച്ഛന്മാർ അവരെ എടാന്നും ഇവിടെ വട ഇങ്ങനെയുള്ളതായ സംബോധന അവർക്ക് ഒത്തിരി വിഷമം ഉണ്ടാക്കുന്നു എന്നുള്ളത് ഒരു സത്യാവസ്ഥ. അത് എങ്ങനെ ആകണം എന്നുള്ളത് ബഹുമാനപ്പെട്ട അച്ഛന്മാരിലേക്ക് തന്നെ ഞാൻ ആ ചോദ്യം വിടുകയാണ്. അതുപോലെ തന്നെ വടക്കൻ ഭദ്രാസനങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്നതായ ഒരു അറിവ് ഇവിടെ അതൊന്നുമില്ല. നമ്മുടെ ഈ തെക്കൻ ഭാഗങ്ങളിലെങ്ങും അങ്ങനെയില്ല. വടക്കൻ ഭദ്രാസനങ്ങളിൽ ചിലയിടത്തൊക്കെ വീടുകളിൽ ധൂപപ്രാർത്ഥനയ്ക്കോ അതുപോലുള്ള എന്തെങ്കിലും ചടങ്ങിനോ ചെന്ന് കഴിഞ്ഞാൽ അച്ഛന്മാർ ഫ്രണ്ട് വാതിൽ കൂടി പൂമുഖത്തൂടെ, കാരണം ശുശ്രൂഷക്കാർ പുറകിൽ കൂടി അടുക്കള ഭാഗത്ത് വന്ന് അവിടെ ഉള്ളതായ വരാന്തയിലോ ആ ഭാഗത്തോ ഇരുന്ന് ഭക്ഷണം കഴിക്കണമെന്നുള്ളതായ ചിട്ട ഇപ്പോഴും ചില ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വേണ്ടതായ മാറ്റങ്ങൾ തക്ക സമയത്ത് വരുത്തുന്നത് നല്ലതായിരിക്കും എന്ന് മാത്രം ഒന്ന് അറിയിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ അച്ഛൻ ഓർമ്മിപ്പിച്ചുവല്ലോ, പരിശുദ്ധ ബാവാതിരുമേനിയുടെ കൽപ്പന പ്രകാരം ഇവർക്കൊരു ശമ്പള സ്കെയിൽ നിശ്ചയിച്ചിട്ടുണ്ട്. കഴിയുന്നത്ര അത് ഒന്ന് നടപ്പിലാക്കുവാൻ ശ്രമിച്ചാൽ അവർക്ക് ശമ്പള സ്കെയിലുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടല്ലോ എന്നുള്ളൊരു ധാരണ അവരിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും. അത് വരുന്നത് തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായിട്ട് തന്നെ വരും. ഇപ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നില്ല എങ്കിലും പിൽക്കാലത്ത് ഭാവിയിൽ ഒരു 10-15 വർഷം കഴിയുമ്പോൾ ഒരു വലിയ ചേഞ്ച് ആയിരിക്കും. നമ്മൾ തന്നെ അച്ഛന്മാർ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള പോലെ അച്ഛന്മാർ തന്നെ അടിച്ചു കാച്ചേണ്ടതും അല്ലെങ്കിൽ മദ്ബഹായുടെ കാര്യങ്ങളൊക്കെ നിർവഹിക്കേണ്ട ഒരു കാലങ്ങളിലേക്ക് സമയം അടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ സമൂഹത്തിന് ഞാൻ പ്രധാന ശുശ്രൂഷകരുടെ കാര്യം ആദ്യമേ എടുക്കുന്നത്. അവർക്ക് വേണ്ടതായ പരിഗണന കൊടുക്കണം. അവരുടെ ശമ്പള സ്കെയില് അച്ഛന്മാരതിനൊരു മുൻകൈ എടുക്കണം. അത് ബാബാതിരുമേനിയുടെ കൽപ്പന ഇല്ല, പള്ളികളിൽ കാണുമെന്നാണ് തോന്നുന്നത്, അതില്ല എങ്കിൽ അത് എത്തിക്കുവാനുള്ളതായ ശ്രമം തീർച്ചയായിട്ടും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അതിനു വേണ്ട ഒരു ശ്രമം ഒറ്റയടിക്ക് അടുത്ത ഒരു പൊതുയോഗത്തിൽ ചെന്ന് ഈ ശമ്പള സ്കെയിൽ മാറ്റണം എന്നൊക്കെ ആക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും നടക്കുകയില്ല, അത് ഞങ്ങൾക്കറിയാം. എങ്കിലും കാലക്രമേണ അത് ഇടവക ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ പൊതുയോഗത്തിലേക്ക് ഒന്ന് ശുപാർശ ചെയ്യുവാൻ അച്ഛന്മാരുടെ ഭാഗത്ത് നിന്ന് ഒന്ന് ശ്രമിക്കണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കട്ടെ. ഈ അച്ഛന്മാരുടെ ശുശ്രൂഷകളുടെ ഇൻഷുറൻസ് പദ്ധതിയെക്കുറിച്ച് അച്ഛൻ ഓർമ്മിപ്പിച്ചുവല്ലോ. ദേവലോകം ഓഫീസിൽ അതിന് വേണ്ടതായ സംവിധാനങ്ങളുണ്ട്. അവർക്ക് ചികിത്സാ സഹായം തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ്. പലപ്പോഴും പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല. എന്നാൽ അതിനും ഒരു ശ്രമം നടത്തണം. അതിന് ഞാൻ ഈ അടുത്ത സമയത്ത് കൊല്ലം ഭദ്രാസനത്തിൽ ചെന്നപ്പോൾ അന്തോണിയോസ് തിരുമേനിയുടെ ഒരു നിർദ്ദേശം അവിടെ ലഭിക്കുകയുണ്ടായി. ഓരോ ഭദ്രാസനങ്ങളും ഇൻഷുറൻസ് പദ്ധതിയുടെ കാര്യങ്ങൾ നടത്തുന്നതിന് വേണ്ടി ഓരോ കോർഡിനേറ്റർമാരെ ഞങ്ങൾ തന്നെ നോമിനേറ്റ് ചെയ്ത് വിടണം എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും അതിന് വേണ്ടതായ കാര്യങ്ങൾ തിരുമേനിയുമായിട്ട് ആലോചിച്ച് ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ഭദ്രാസനത്തിലെ 50-70 ഒക്കെ ശുശ്രൂഷക്കാരുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ ഒന്ന് ക്രമീകരിക്കാൻ, അവരുടെ ആപ്ലിക്കേഷൻസ് ഫോർവേഡ് ചെയ്യുവാനും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ വേണ്ടി അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ് ആയിരിക്കും എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. ശുശ്രൂഷക്കാരുമായിട്ട് പ്രത്യേകിച്ച് പ്രധാന ശുശ്രൂഷകരെക്കാട്ടിൽ നമ്മുടെ കൊച്ചു കുട്ടികൾ കയറുന്നു. അതൊരു ചിലർക്ക് ഒരു അഭിമാനമായിട്ടായിരിക്കും. 12 വയസ്സ് മുതൽ അങ്ങോട്ട് കയറി തുടങ്ങും. അതിനെക്കുറിച്ച് അവരെ എങ്ങനെ ട്രെയിൻ ചെയ്യിക്കണം, എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ട് അറിയാവുന്ന വൈദികരാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും വിശദമായിട്ട് പറയുന്നില്ല. എങ്കിലും കുഞ്ഞുങ്ങളുടെ വേഷവിധാനം അത് ഒന്ന് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഈ ക്യാമ്പിലൊക്കെ കിട്ടുന്നതായ ഒരു ഫീഡ്ബാക്കാണത്. അവരുടെ വേഷവിധാനം അത് കമ്പൽസറി ആയിട്ടും നമ്മൾ മദ്ബഹായ്ക്ക് യോജിച്ചതായ വേഷം ഉണ്ടാകുവാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ മദ്ബഹായിൽ കയറുന്നതായ കുഞ്ഞുങ്ങൾ, അത് അച്ഛന്മാർ വളരെ സ്ട്രിക്റ്റാണ്. ഇപ്പം എനിക്കറിയാം, മൊബൈൽ യൂസ് ചെയ്യാതിരിക്കുവാനുള്ളതായ ശ്രമം നടത്തണം, അറിയാതെ പോലും. അതിനുള്ള കുഴപ്പമെന്ന് പറയുന്നത് മദ്ബഹായിൽ ചിലപ്പോൾ അവർ തുബ്ദേൻ വായിച്ചു കൊണ്ടിരിക്കുമ്പോഴായിരിക്കും തമാശന് വേണ്ടി വെളിയിലിരിക്കുന്നതായ അവരുടെ ഫ്രണ്ട്സ് ആരെങ്കിലും മെസ്സേജുകളോ അല്ലെങ്കിൽ വൈബ്രേറ്റ് അതൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാകും. വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നതായ ഒരു നടപടിയാണ്. അത് കർശനമായിട്ട് അത് ഒന്ന് നിയന്ത്രിക്കുവാൻ ശ്രമിക്കണം. ചില പള്ളികളിലൊക്കെ മദ്ബഹായിൽ കയറ്റുന്നതിന് മുമ്പ് അവർക്ക് 6 മാസത്തെ ട്രെയിനിങ് അച്ഛന്മാർ കൊടുത്ത് പരീക്ഷയിട്ട് മദ്ബഹായിൽ കയറ്റുന്ന അച്ഛന്മാർ ഇവിടെ ഇരിപ്പുണ്ട്, എനിക്കറിയാം. അങ്ങനെ ചെയ്യുന്നതായ ആളുകളുണ്ട്. എങ്കിലും
വേണ്ടതായ നിർദ്ദേശങ്ങളും വേണ്ടതായ ക്രമീകരണം ചെയ്തവരെ മദ്ബഹായിൽ പ്രവേശിപ്പിക്കാനുള്ളതായ ഒരു ശ്രമം ഉണ്ടാകണമേ എന്ന് ഓർമ്മിപ്പിക്കുന്നു. അതുപോലെ സന്ധ്യാനമസ്കാരം, രാത്രി നമസ്കാരം, ഇതൊക്കെ ചെയ്യുന്ന ആളുകളെ ഇന്നത്തെ എല്ലാ അച്ഛന്മാരും, അത് ഞാൻ പ്രത്യേകം എടുത്തു പറയുന്നില്ല, അതൊക്കെ ഒന്ന് ഒരു ശ്രമം ആ ഭാഗത്തൊക്കെയും ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾക്കകത്ത് ഇപ്പോൾ ഈ ശുശ്രൂഷകരെ സംബന്ധിച്ച് അവർക്ക് വേണ്ടതായ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നതിന് വേണ്ടി ശുശ്രൂഷകൻ എന്ന ഒരു മാസിക അത് ഞങ്ങൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു 4ാമത്തെ എഡീഷൻ ഈ പ്രാവശ്യം അത് പുറത്ത് വിട്ടിട്ടുണ്ട്. എന്നാൽ എല്ലാ പള്ളികളിലും അത് എത്തിക്കാൻ ഇപ്പോൾ ഞങ്ങൾക്ക് സാധിച്ചില്ല. തിരുമേനിയൊക്കെ ഓർമ്മിപ്പിച്ചല്ലോ, 2 പ്രാവശ്യത്തെ ക്യാമ്പുകളാണ് നടക്കുന്നത്. ഒന്ന് കുട്ടികൾക്ക് വേണ്ടിയുള്ളതായ ക്യാമ്പ് ഈ മെയ് മാസത്തിൽ നടക്കും. നവംബർ മാസത്തിൽ പ്രധാന ശുശ്രൂഷകർക്ക് വേണ്ടി മാത്രമുള്ളതായ ഒരു 1 ഡേ കോൺഫറൻസ് പോലെ അത് നടത്തുന്നുണ്ട്. അടുത്ത പ്രാവശ്യം അത് മിക്കവാറും അടൂർ കേന്ദ്രമാക്കി നടത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് അടുത്ത നവംബറിലേക്ക്. ആ സമയത്ത് ഈ സമയത്തൊക്കെയും വരുന്ന ശുശ്രൂഷകർക്ക് കൊടുക്കത്തക്കവണ്ണം ശുശ്രൂഷകൻ മാസിക ക്രമീകരിച്ചിട്ടുണ്ട്. അത് അവരുടെ കൈകളിൽ കൂടി പള്ളികളിൽ എത്തുന്നുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ മനസ്സിൽ ആഗ്രഹിച്ചതും ബാബാതിരുമേനിയുടെ അനുവാദം കിട്ടിയിരിക്കുന്നതുമായ ഒരു വലിയ സംഗതിയാണ്, എല്ലാ പള്ളികളിലും ദനഹ പെരുന്നാളിൽ അല്ലെങ്കിൽ ദനഹ വെള്ളം നമ്മൾ മദ്ബഹായിൽ സൂക്ഷിക്കുവാൻ ഉപയോഗിക്കുന്നതായ കുപ്പി, അത് ഓരോ പള്ളികളിൽ ചെല്ലുമ്പോൾ ഓരോ രീതിയിലുള്ളത്, അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഒരു കുപ്പി കോമൺ ആയിട്ട് പൊതുവായിട്ട് അതിന് ഡിസൈൻ ചെയ്തൊരു കുപ്പി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. അതിൻ്റെ ഒരു മോഡൽ ഞങ്ങളൊന്ന് ഇറക്കി ബാബാതിരുമേനിയുണ്ട് കുന്നംകുളത്ത് വെച്ച് അതൊരു ഇനാഗുറേഷൻ നടത്തിയിട്ടുണ്ട്. അതിൽ ഒരു യേശുദമ്പുരാനെ മാമോദീസ മുക്കുന്നതിൻ്റെ ഒരു ഐക്കൺ വെച്ചതായ ഒരു കുപ്പി ഇറക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അത് അത്ര ഈസി അല്ല എന്ന് ഞങ്ങൾക്കറിയാം. 10,000 ചെല്ലുവാനും കുപ്പികൾ ഉണ്ടാക്കണം. 10,000-10,000 50,000 ഒക്കെ ആയിരുന്നെങ്കിൽ വളരെ കോസ്റ്റ് കുറഞ്ഞുണ്ടാക്കാമായിരുന്നു. അത് ചെയ്തു തരാൻ കമ്പനിക്കാരൊക്കെ ഉണ്ട്. എന്നാൽ 1000 1,500 കുപ്പി മാത്രം ചെയ്യുന്നതിന് ഒരുപാട് ഞങ്ങൾ ഡൽഹിയും ബാംഗ്ലൂരിലും മദ്രാസിലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏതാണ്ട് ഒരു കണ്ടീഷനിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ അച്ഛന്മാരുടെ ഒരു സഹകരണം, ഇത് 1000 1,500 കുപ്പി കൊണ്ടുവന്ന് ഞങ്ങൾക്ക് എവിടെയും സ്റ്റോർ ചെയ്യാൻ പറ്റുകയില്ല, അതിനുള്ളതായ സ്ഥലങ്ങളൊന്നും ഇല്ല. അപ്പം ഇത് ഇറക്കിയാൽ ഉടൻ അത് എല്ലാ പള്ളികളിലും എത്തത്തക്ക രീതിയിൽ അത് എത്തിക്കാനുള്ളതായ ക്രമീകരണങ്ങളൊക്കെ ചെയ്യാമെങ്കിലും അത് എല്ലാ പള്ളികളും അത് വരത്തക്ക രീതിയിലുള്ളതായ ഒരു സഹകരണം നിങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്ന് ഓർമ്മിപ്പിക്കട്ടെ. ആ കുപ്പിയും ആ കുപ്പിയുടെ മുകളിൽ ഇടുവാൻ തക്കവണ്ണം അതേ ഐക്കൺ തന്നെ പ്രിൻ്റ് ചെയ്തിട്ടുള്ളതായ ഒരു ശോശപ്പ അതും അതിനുവേണ്ടി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ മനസ്സിലുള്ളതായ അടുത്ത ഒരു ആഗ്രഹമല്ല, അതിൻ്റെ തീരുമാനം ആയിട്ടുണ്ട്. ശുശ്രൂഷകർക്കും അവരൊത്തിരി പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. പ്രത്യേകിച്ച് വടക്കൻ ഭദ്രാസനങ്ങളിൽ ദിവസവും 1ഉം 2ഉം ഫോൺ വിളികൾ ഉണ്ടാകുന്നുണ്ട്. ചിലർക്ക് ആക്സിഡൻ്റ് ഉണ്ടാകുന്നവരുണ്ട്, രോഗം വരുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ നിവൃത്തിയില്ല, വിവാഹം കഴിപ്പിക്കുവാൻ നിവൃത്തിയില്ല. അങ്ങനെ ഒരുപാട് സഹായം വേണ്ടതായ ധാരാളം പ്രധാന ശുശ്രൂഷകർ ഒക്കെ ധാരാളമായിട്ടുണ്ട്. അവരെന്നും സാമ്പത്തിക സഹായത്തിന് വേണ്ടി വിളിക്കുമെങ്കിലും ഒന്നും കൊടുക്കുവാൻ ഞങ്ങളുടെ കയ്യിൽ ഇല്ല. ഈ സഭയിൽ നിന്നും എന്തെങ്കിലും ചില്ലറ വല്ലതും കിട്ടിയെങ്കിലായി, കിട്ടിയില്ലെങ്കിലായി. അതുകൊണ്ട് അവരുടെ ഒരു ഉന്നമനത്തിന് വേണ്ടി ഒരു ക്ഷേമനിധി ഇറക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതിനനുസരിച്ച് അതിൻ്റെയും ഒരു ഉദ്ഘാടനം കുന്നംകുളത്ത് വെച്ച് നടന്നതായ സമ്മേളനത്തിൽ വെച്ച് നടത്തി. ഇതിൻ്റെ ട്രഷററായിട്ട് പ്രവർത്തിക്കുന്നത് മുത്തൂറ്റ് റോയ് എം മാത്യു ആണ്. റോയ് ചായന് 1,00,000 രൂപ ആദ്യം തന്നുകൊണ്ട് അതിൻ്റെയും ഒരു ഉദ്ഘാടനം നിർവഹിച്ചിട്ടുണ്ട്. ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു കൂപ്പണ് 100 രൂപ വെച്ച് 25 കൂപ്പൺസ് ഉള്ളതായ ഓരോ ബുക്കുകൾ അത് എല്ലാ പള്ളികളിലും എത്തിക്കുക. നിർബന്ധ പിരിവുകളോ ഒന്നുമല്ല. ഈ യൂണിറ്റ് തലത്തിലുള്ളതായി യൂണിറ്റിൽ ഒരു സെക്രട്ടറി ഉണ്ടാകണം. ആ സെക്രട്ടറി കൂടി സാമ്പത്തികമായി വലിയ ബുദ്ധിമുട്ടില്ലാത്തവരിൽ നിന്നും 100 രൂപയുടെ ഒരു കൂപ്പണെങ്കിലും അത് കൊടുത്ത് ഒരു ക്ഷേമനിധി ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അല്ലാതെ ഗൾഫ് രാജ്യങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെയുള്ള സാമ്പത്തികമായി ഉന്നമനത്തിൽ നിൽക്കുന്നവർക്ക് ഇച്ചിലൂടെ വലിയ തുകയ്ക്ക് ഉള്ളതായ റെസിപ്റ്റുകൾ അടിച്ചു കൊടുക്കണം എന്നാഗ്രഹിക്കുന്നു. അതിന് ഒരു നല്ല എമൗണ്ട് കളക്ട് ചെയ്യണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ശുശ്രൂഷകരെ ഒരുപാട് രീതിയിൽ സഹായിക്കുവാൻ കഴിയും. ഒരു പൈസ പോലും മറ്റ് രീതിയിൽ അത് അനാവത്ത് എടുക്കുകയില്ല. ചാരിറ്റിക്ക് വേണ്ടി മാത്രമായിരിക്കും അതിൻ്റെ പ്രവർത്തനം എന്ന് ഓർമ്മിപ്പിക്കട്ടെ. അതുപോലെ തന്നെ
ബഹുമാനപ്പെട്ട അച്ഛന്മാർ ട്രാൻസ്ഫറായി 3 വർഷത്തിലൊരിക്കൽ ഓരോ പുതിയ പള്ളികളിലേക്ക് ചെല്ലുമ്പോൾ ഓരോ അച്ഛന്മാർക്കും അവരുടേതായ സ്വഭാവ വൈശിഷ്ട്യങ്ങളും അതുപോലെ തന്നെ ചില പ്രത്യേക ശീലങ്ങളും അവരിലും ഉണ്ടാകും. എല്ലാവർക്കും ഒരുപോലെ അല്ല, വ്യത്യസ്തതയുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ചെന്ന് കഴിഞ്ഞ് ഒരു മാസത്തിനകമെങ്കിലും അവിടെയുള്ളതായ ബാക്കി ശുശ്രൂഷകർ അച്ഛന്മാരുടെ ശൈലി എങ്ങനെയെന്ന് മനസ്സിലാക്കണം. ശൈലി എന്ന് പറഞ്ഞാൽ കുർബാനയിൽ, ആരാധനയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എല്ലാവർക്കും ഉണ്ടാകും. ഓരോന്നിനും ചിലർക്ക് മൈക്ക് പിടിച്ചു കൊടുക്കുന്നത് ഇഷ്ടമായിരിക്കും, ചിലർക്ക് അത് ഇഷ്ടമല്ലായിരിക്കാം. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട്. അത് എങ്ങനെയാണ്, എന്താണ് എന്ന് അവിടെ ഉള്ളവർക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ അത് മനസ്സിലാക്കുവാൻ കഴിയും. അതുപോലെ ഇപ്പോൾ എന്നോട് നാഗപ്പൂരിലെ അച്ഛൻ എന്നോട് ഗൗരീസ് അച്ഛൻ പറയുമായിരുന്നു, ഞങ്ങളും ഇവിടെ ചർച്ചയിൽ ഉള്ളതാണ്, മദ്ബഹായിൽ കയറി തോയാബ സമയത്തോ അല്ലെങ്കിൽ അല്ലാത്ത സമയത്തോ ഒക്കെ നിങ്ങൾ വിശുദ്ധ ബലിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അത് ചെയ്യുക ഇത് ചെയ്യുക എന്നൊന്നും പറയുവാൻ, നാക്കുകൊണ്ടെടുത്ത് പറയുവാൻ കഴിയുകയില്ല. ഒരു പേജ് ഒന്ന് മറിച്ച് മാറ്റണമെങ്കിൽ ചിലപ്പോൾ തല ഇങ്ങനെ ഒന്ന് ചരിക്കത്തേ ഉള്ളായിരിക്കും. ഈ സിഗ്നൽ എന്താണ് എന്ന് മനസ്സിലാക്കാൻ കുഞ്ഞുങ്ങൾക്ക് ഞങ്ങളിവിടെ പൊതുവെ അവർക്ക് ചില ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ക്യാമ്പിലും അവർക്ക് കാപ്പയിടുന്നത് മുതൽ, കാപ്പ എടുത്ത് കൊടുക്കുന്നത് മുതൽ ധൂപക്കുറ്റി എല്ലാ കാര്യങ്ങളും ഡിസ്പ്ലേ ചെയ്ത് അവരെയും കൊണ്ട് തന്നെ ചെയ്യിച്ച് അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അടിച്ചു കാച്ചുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരു ഫാൻ ഒന്നിടണം, അല്ലെങ്കിൽ ഒരു ലൈറ്റ് ഒന്നിടണം, അല്ലെങ്കിൽ മെഴുതിരി ഒന്ന് ഇത് ചെയ്യണം. മെഴുതിരി കൂടുതലായിട്ട് ഒലിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചെറിയ ആംഗ്യഭാഷയിൽ കൂടി മാത്രമേ കുർബാന സമയത്ത് അച്ഛന്മാർക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ഇതെന്താണെന്ന് ഈ കുട്ടികളൊന്നും മനസ്സിലാക്കുവാൻ തക്കവണ്ണം അവർക്ക് വേണ്ടതായ പരിശീലനം കൊടുക്കുന്നത് നല്ലതാണ് എന്ന് ഒന്ന് പറയാൻ കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും ഉള്ള കാര്യങ്ങൾ അച്ഛന്മാരുടെ ചർച്ചയിൽ ഞങ്ങളെക്കാട്ടിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. അച്ഛന്മാരുടെ ചർച്ചയിൽ കൂടി ഞങ്ങൾ ഇനി എന്തൊക്കെ പൊതുവായിട്ട് മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുവാൻ ഞങ്ങളിൽ കഴിവത് ശ്രമിക്കുന്നതായിരിക്കും. ഇനി 2-3 വർഷം കൂടെ ആയിരിക്കും ഞങ്ങളുടെ ചുമതല. ആ സമയത്ത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തുവാൻ നമുക്ക് സാധിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കട്ടെ, പ്രധാന ശുശ്രൂഷകരെ നമ്മുടെ സഹോദരങ്ങളായിട്ട് കണ്ടുകൊണ്ട് അവരെ സമൂഹത്തിൽ ഒരു മുഖ്യധാരയിൽ എത്തിക്കുവാൻ തക്കവണ്ണം നമ്മൾ ശ്രമിക്കണം. അങ്ങനെ അവരുടെ വേഷവിധാനം പോലും അവരൊക്കെ ഇപ്പം കണ്ട അവർ വലിയ എഡ്യൂക്കേറ്റഡ് ഒന്നും അല്ല എന്ന് നമുക്കറിയാമല്ലോ. റബ്ബർ വെട്ടുകാരായിരിക്കും, അല്ലെങ്കിൽ പെയിൻറ്റിങ്ങിന് പോകുന്നവരായിരിക്കും. ഞങ്ങളിവിടെ കണ്ടിട്ടുള്ളതും അല്ലെങ്കിൽ കേട്ടിട്ടുള്ളതായ കാര്യങ്ങളാണ്. മദ്യം ഉപയോഗിച്ചുകൊണ്ട് വന്ന് തലേ ദിവസം വന്ന് അടിച്ചു കാച്ചുന്നവരുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്, കുഴച്ചു വെക്കാൻ വരുന്നവർ. അതുപോലെ തന്നെ മൊബൈൽ ഫോണിൻ്റെ ചെവിയിൽ ഇയർഫോണും വെച്ചുകൊണ്ട് ആ പാട്ട് കേട്ട ആ പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് ഇത് കുഴച്ചു വെക്കുന്നവരുണ്ട് എന്നും ചിലരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതിലൊക്കെ വിരോധാഭാസമായിട്ട് ഞാൻ തമാശനാണ്, ശരിയാണോ ഇല്ലയോ എന്നറിയില്ല, എങ്കിലും കേൾക്കുവാനിടയാകുന്നതാണ്. മദ്ബഹായുടെ അടിയിലുള്ളതായ സ്ഥലം, കബറിടത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ സ്ഥലത്ത് വാഴക്കൊല പഴിപ്പിക്കാൻ വെക്കുന്നു എന്ന് പോലും അതൊരു പക്ഷേ തമാശ ആയിരിക്കാം, അതുപോലുമുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. ഇതൊക്കെയും തീർച്ചയായിട്ടും മറ്റാരും അതിനകത്ത് കൂടുതലായിട്ട് ശ്രദ്ധിക്കുവാൻ കഴിയില്ല. ഇതിനൊക്കെ നിയന്ത്രിക്കുവാൻ കഴിയുന്നത് വന്യരായ വൈദിക ശ്രേഷ്ഠർക്കാണ്. ആയതിനാൽ ഇതിൻ്റെയൊക്കെയും ഈ കുഞ്ഞുങ്ങളെ ഒന്ന് നിയന്ത്രിക്കാനൊന്ന് ശ്രദ്ധിക്കുവാൻ, ഈ കുഞ്ഞുങ്ങളെ പലപ്പോഴും മാതാപിതാക്കളെ മദ്ബഹായിൽ കയറ്റിവിടുന്നത് അവരെ നന്നാക്കിയെടുക്കുവാനും അവർ മദ്ബഹായിലെ കുഞ്ഞുങ്ങളാണെന്ന് അവരൊന്നറിയാൻ വേണ്ടി ആകും. അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു ഭാവി ഉണ്ടാകാൻ വേണ്ടിയായി കുഞ്ഞുങ്ങളെ മദ്ബഹായിലേക്ക് പ്രവേശിക്കുന്നത്. അതിനനുസരിച്ച് വേണ്ടതായ പരിശീലനം കൊടുത്താൽ ഒരിക്കലും തെറ്റിപ്പോകാത്തതായ ഒരു സമൂഹത്തെ നമ്മുടെ ഇടയിലേക്ക് നമുക്ക് ലഭിക്കും എന്നതിന് യാതൊരു സംശയമില്ല. ശുശ്രൂഷകത്തിൻ്റെ ക്യാമ്പ് നടക്കുമ്പോൾ ഞങ്ങൾക്കറിയാവുന്നതായ കാണുന്നതായ കാര്യമാണ്. ഒരുപാട് വ്യത്യസ്തമായ അനുഭവം കഴിഞ്ഞ 2 വർഷം കൊണ്ടുള്ള ക്യാമ്പിൽ കൂടി എനിക്ക് മനസ്സിലാകുന്നതാണ്. അവർ ആദ്യത്തെ സമയത്തൊക്കെ കറണ്ട് പോകുമ്പോൾ ഇടയ്ക്കൊക്കെ ഇവിടെ കറണ്ട് ഫെയിലിയർ ഉണ്ടാകും. കറണ്ട് പോകുന്ന സമയത്ത് ഒന്ന് പാവക്കില്ല, തിയേറ്ററിൽ കേൾക്കുന്ന പോലെ ഒരു ശബ്ദം ഒന്ന് പുറപ്പെടുവിക്കുന്ന ആദ്യത്തെ ക്യാമ്പിൽ എനിക്ക് അനുഭവപ്പെട്ടതാണ്. പക്ഷേ കറണ്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത തൊട്ട് ചേർന്ന മീറ്റിങ്ങിൽ വെച്ച് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞതേ ഉള്ളൂ, ഉണ്ടാകരുതിനി. പക്ഷേ ഈ ക്യാമ്പിൽ ഇപ്പോൾ വന്നു ഒരു ശബ്ദവും അവരിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. പിൻ ഡ്രോപ്പ് സയൻസ് ആയിട്ട് ഫുൾ ടൈമിലിരുന്ന് ഇന്ന് ഇപ്രാവശ്യം 400-ൽ പരം കുഞ്ഞുങ്ങളുണ്ടായിരുന്നു.
വളരെ ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകുന്നു. അപ്പോൾ പറഞ്ഞാൽ കേൾക്കുന്ന വളരെ അനുസരണശീലമുള്ള കുഞ്ഞുങ്ങളാണ് നമുക്കുള്ളത്. അവരെ കൊണ്ടുപോകേണ്ടതായ പന്ഥാവിൽ കൂടി നമ്മൾ നയിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവരൊന്നും പാഴായി പോകുകയില്ല. നല്ല മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അഭിമാനഭാജനങ്ങളായിട്ട് അവരെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. അതിന് വന്യരായ വൈദിക ശ്രേഷ്ഠയുടെ പരിപൂർണമായ സഹകരണം ഉണ്ടാകണം. ഞങ്ങളൊക്കെ വെറും ഇതിൻ്റെ ഒരു നിമിത്തക്കാരെന്ന് മാത്രമേ ഉള്ളൂ. സഭ ഉണ്ടാകേണ്ടത് ഇപ്പോഴോ ഇന്നോ നാളെയോ ഒന്നും നശിച്ചു പോകേണ്ട സഭയല്ല. ആ സഭയിലേക്ക് നല്ല കുഞ്ഞുങ്ങളെ, നല്ല അച്ഛന്മാരെ, ഇതിൽ നിന്നാണ് കൂടുതലും വൈദികരായിട്ട്. ഈ പ്രാവശ്യം ഞങ്ങളൊരു ഫീഡ്ബാക്ക് എടുക്കുകയുണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, ഏതാണ്ട് 75-ൽ പരം കുഞ്ഞുങ്ങളെ വിവാഹം കഴിക്കാത്തതായ വൈദികരാകുവാൻ തയ്യാറായിട്ടുള്ളവർ ഞങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ട്. അവർക്ക് ഞങ്ങളൊരു ഫോം ഇഷ്യൂ ചെയ്തായിരുന്നു. ഏതാണ്ട് 75 പേര് വിവാഹം കഴിക്കാത്ത സന്യാസ ജീവിതത്തിന് വേണ്ടി തയ്യാറായ കുഞ്ഞുങ്ങളുണ്ട്. ഒരുപാട് വൈദികരാകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് ദൈവവിളി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ സന്യാസ വൃത്തിയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുവാൻ തക്കവണ്ണം നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ ജസനച്ചനായിരുന്നു. ജസനച്ചൻ ഇപ്പോൾ സമയക്കുറവുണ്ട്, യുവജന പ്രസ്ഥാനത്തിൻ്റെ ദേശീയ സെക്രട്ടറി. അതിനാൽ ഇപ്പോൾ അത് ഈ ഇവിടുത്തെ തന്നെ പരിമല സെമിനാരിലെ തന്നെ മത്തായിക്കുട്ടി അച്ഛനെയാണ് അതിനു വേണ്ടി നിയോഗിച്ചിരിക്കുന്നത്. അപ്പം ഒരുപാട് കുഞ്ഞുങ്ങൾ ഇതിലൊക്കെ വരാൻ തയ്യാറായിട്ടുണ്ട്. നമ്മളവരെ കൈപിടിച്ചുയർത്തുവാൻ നമ്മുടെ ശ്രമം നടത്തണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാ സഹായ സഹകരണങ്ങളും എല്ലാ വൈദികരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമേ എന്ന് ആത്മാർത്ഥമായിട്ട് അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തരുവാനുള്ളതായ നിർദ്ദേശങ്ങൾ നിങ്ങൾ നൽകണമേ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇപ്പം മാത്രമല്ല ഏത് സമയത്തും എഴുതി അറിയിക്കുകയോ വിളിച്ചു പറയുകയോ എങ്ങനെ ചെയ്താലും തീർച്ചയായിട്ടും അത് അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കാം എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇതിന് അവസരമൊരുക്കി തന്ന ബഹുമാനപ്പെട്ട അമേലച്ചനും ഇത് ഇത്രയും സമയം ശ്രവിച്ചതായ എല്ലാ വൈദിക ശ്രേഷ്ഠമുള്ളതായ നന്ദിയും സ്നേഹവും കടപ്പാടും ശുശ്രൂഷ സംഘത്തിൻ്റെ പേരിൽ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പൊതുവായി ഈ വിഷയത്തെപ്പറ്റി പ്രത്യേകമായി എന്തെങ്കിലും അച്ഛന്മാർക്ക് പറയുവാനുണ്ടെങ്കിൽ ഉള്ള അവസരമാണ്. ആർക്കെങ്കിലും പ്രതികരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മുന്നോട്ട് വന്ന് സംസാരിക്കും. നമ്മൾ ഒരു പള്ളിയിൽ ഒരു ശുശ്രൂഷക്കാരന് കൈവപ്പ് കൊടുക്കുമ്പോൾ അതിനൊരു പ്രായപരിധി നിർണയിച്ചാൽ കൊള്ളാമെന്ന് തോന്നുന്നുണ്ട്. 5-ാം ക്ലാസ്സിലും 6-ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കൊച്ചുകുട്ടികളെ മാതാപിതാക്കളുടെ ഒരു അഭിമാനമായിട്ട് മധുവായിൽ കയറ്റാൻ കൊണ്ടുവരാറുണ്ട്. ഇപ്പോൾ അത് മധുവായിൽ നിൽക്കാനൊക്കാത്ത രീതിയിൽ ഉള്ള പ്രശ്നം സൃഷ്ടിക്കുന്ന രീതികളാണ് ചില പള്ളികളിൽ. അതിനൊരു പൊതു മാനദണ്ഡം ഉണ്ടായാൽ കൊള്ളാമായിരുന്നു. ഒന്നുകിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടുള്ളവരോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു മാനദണ്ഡം പൊതുവായിട്ട് ഈ വൈദിക സമ്മേളനത്തിൽ ഒരു ചിന്തയുണ്ടെങ്കിൽ കൊള്ളാമെന്ന് എൻ്റെ അഭിപ്രായം. നമ്മുടെ നിർദ്ദേശങ്ങൾ മാത്രമാണ് ശുശ്രൂഷ സംഘത്തിലേക്ക് വെക്കുന്നത്. മറ്റെന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അച്ഛന്മാർക്ക് പറയാം. അവിടെ നോട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ നിർദ്ദേശം. ഞാൻ ഒന്നിലധികം സ്ഥലങ്ങളിൽ 2-3 പള്ളികളിൽ സേവനം ചെയ്യുമ്പോൾ ഓരോ മാതാപിതാക്കളും കിട്ടിയൊരു ഇമ്പാക്റ്റ്, ഈ കുഞ്ഞുങ്ങളെ മധുവായി കയറ്റുമ്പോൾ ട്രെയിനിങ് കൊടുത്ത് 5-6 മാസം നിർത്തിയാണ് കയറ്റുക ചെയ്യുന്നത്. മദ്ബായിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവർ വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ വലിയവരായി എന്നൊരു തോന്നൽ കാണിക്കുന്നു, ആ ഒരു സ്വഭാവം കാണിക്കുന്നു. ഒരു സ്ഥലത്തല്ല, കേരളത്തിനകത്തും പുറത്തുമുള്ള ഇടവകൾ സേവനം ചെയ്തിട്ടുള്ള പശ്ചാത്തലത്തിൽ മനസ്സിലാക്കിയിരിക്കുകയാണ്. അതുവരെ കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നു, ഞങ്ങൾ എന്തോ വലുതായി എന്നൊരു ചിന്ത അവർക്കുണ്ടാകുന്നു എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്. അതിന്റെ കാരണം എന്തെങ്കിലും ഉണ്ടോ? ഈ ശുശ്രൂഷക്കാരെ കപ്പ്യാരെ എന്ന് വിളിക്കുന്നതിനെ കുറിച്ച് ഞാൻ 20 വർഷം മുമ്പ് ഗ്രോസ്ബിനെ സംശയിച്ചാണ് ഈ ഏത് ലാംഗ്വേജിൽ നിന്നാണ് ഈ പദം ഉണ്ടായിരുന്നത്. തിരുമേനി പറഞ്ഞു, എനിക്ക് കുറച്ച് ഭാഷയൊക്കെ അറിയാം, ആ ഭാഷയിലൊന്നും ഇങ്ങനൊരു വാക്കില്ല. പിന്നീട് ഗ്രീക്കിലെ ഹിപ്പോറ്റോസ് എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, കൂടെ തുഴയുന്നവനാണ് അർത്ഥം. കൂടെ തുഴയുന്നവൻ. അതുകൊണ്ട് അങ്ങനെ ഉണ്ടായതാകാം. അതുകൊണ്ട് കപ്പ്യാരെന്ന് വിളിക്കുന്നതിന് ഒരു തെറ്റുമില്ല. കപ്പ്യാരച്ഛൻ കപ്പ്യാരെന്ന് വിളിക്കും.
അർത്ഥം ഇതാണ്, കൂടെ തുഴയുന്നവൻ. ഇങ്ങനെ ഈ ഒരു വാക്കിന് സാമ്യമുള്ളതല്ലാതെ ഒരു ഭാഷയിൽ ഈ കപ്പ്യാർ എന്ന പദം ഇല്ലെന്ന് അന്ന് തിരുമേനി 10-20 വർഷം മുമ്പ് വന്നിട്ടുള്ള കാര്യമാണ് ഞാൻ ഇപ്പോൾ ഓർപ്പിക്കുന്നു. മറ്റൊരു കാര്യം, ഇവിടെ ഈ എടാന്നൊക്കെ വിളിക്കുന്ന സംഗതി എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഹൈറേഞ്ചിൽ 10-35 കൊല്ലം ഉണ്ടായിരുന്ന ആളാണ്. അഭ്യസ്തവിദ്യരായിട്ടുള്ള ആളുകളൊന്നും കപ്പ്യാർ സ്ഥാനത്തിൽ വരുന്നില്ല. ഈ പള്ളിയിലെ ട്രസ്റ്റിയുടെ വീട്ടിൽ പണിയുന്ന ആളാണ് ഈ കപ്പ്യാർ. അവനെ ശനിയാഴ്ച വരെ ഈ വീട്ടിൽ പണിയും, ഞായറാഴ്ച അവനെ സൃഷ്ടിക്ക് വിളിക്കും. അപ്പോൾ ഈ ട്രസ്റ്റ് തന്നെയാണ് വാസ്തവത്തിൽ ഈ കപ്പ്യാർ എടാന്നൊക്കെ വിളിച്ച് ശീലിച്ചിട്ടുള്ളത്. അപ്പൊ ഈ കപ്പ്യാർ എന്നുള്ള ആ പദം അല്ലെങ്കിൽ ആ എടാന്നൊക്കെ വിളിക്കുന്നത് ഈ ആ ഇടവകയിലെ പ്രധാനപ്പെട്ട ആളുടെ വീട്ടിൽ പണിയുന്നവരായിരിക്കും മിക്കവാറും അതിനെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ വന്ന ഇവർക്ക് ഒരു ബഹുമാനം കുറഞ്ഞു വന്നിട്ടുള്ളതാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഈ അയ്യപ്പൻകോവിൽ പള്ളി വികാരിയായിരുന്നപ്പം ഞാൻ ആദ്യം ആ പള്ളി ചാർജ് എടുത്തപ്പം അന്ന് പെരുവാസിക്ക് പോയി. അന്ന് അച്ഛന് ആ മേശയിൽ ഭക്ഷണം ഒരുക്കി കപ്പ്യാർക്ക് തടുക്ക് പായലിട്ടു. ഞാൻ പിന്നെ അവരെ ആ മേശയ്ക്ക് അരിയെടുത്ത് ചോറ് കൊടുത്തു. അങ്ങനെയാണ് ആ പള്ളിയിലെ കപ്പ്യാർക്ക് അച്ഛൻ്റെ കുറച്ച് ചോറിനാളായത്. ഇങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഇങ്ങനൊരു ഞാൻ ആശം പറഞ്ഞെന്നുള്ളൂ. പിന്നെ ഈ ശമ്പളത്തിൻ്റെ കാര്യം, ഇത് ഈ പൊതുയോഗത്തിൽ ഞാനീ പറഞ്ഞ സംഗതി ഉൾക്കൊണ്ടുകൊണ്ട് ഈ പൊതുയോഗത്തിൽ ശമ്പളം കൂട്ടുന്ന കാര്യം ഞങ്ങൾ പറഞ്ഞാൽ അത് ശരിയാവില്ല. എന്നാൽ ഇടവത്തറ പോയിരുത്തത്തിന് മനസ്സുകൊണ്ട് ഇവരുടെ സ്കെയില് മനസ്സിലാക്കി ആ ഒരു കൽപ്പന അനുസരിച്ച് ആ പള്ളിയിലേക്ക് കൽപ്പന അയച്ചാൽ തീർച്ചയായിട്ടും ആ പൊതുയോഗത്തിൽ നിന്ന് അതിന് തീരുമാനം ഉണ്ടാകും, കൽപ്പന ആ ശമ്പളം കൊടുക്കാൻ സാധിക്കുകയും ചെയ്യും. ഇത് സംബന്ധിച്ച് ബാവാ തിരുമനസ്സുകൊണ്ട് തന്നെ സ്റ്റേജുകൾ നിർണയിച്ച് കൽപ്പനകളായിട്ടുള്ളതാണ്. ആർക്കെങ്കിലും പ്രതികരിക്കാനുണ്ട്? പ്രധാന ശുശ്രൂഷകരുടെ ഇൻഷുറൻസിനെ സംബന്ധിച്ചുള്ളൊരു കാര്യമാണ്. ഞാൻ ആദ്യം ഇരുന്ന പള്ളിയിൽ ഈ ആദ്യം ഇൻഷുറൻസിൻ്റെ ആദ്യ സമയത്ത് വന്നപ്പോൾ ഫോമൊക്കെ പൂരിപ്പിച്ച് കൊടുത്തായിരുന്നു. അതിനനുസരിച്ച് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഇൻഷുറൻസിൻ്റെ കാർഡ് അന്നുണ്ടായിരുന്നെന്നാണ് എൻ്റെ വിശ്വാസം, നമ്മുടെ അച്ഛന്മാർക്കൊക്കെ കിട്ടിയതുപോലെ. പക്ഷെ രണ്ടാമത് ഞാനിരുന്ന പള്ളിയിൽ അദ്ദേഹത്തിൻ്റെ ഇൻഷുറൻസിൻ്റെ കാർഡ് ഇൻഷുറൻസിൻ്റെ അപേക്ഷകളെല്ലാം പൂരിപ്പിച്ച് ദേവലോകത്ത് ഫോൺ വിളിച്ച് തന്നെയാണ് എല്ലാം ചെയ്തു. പക്ഷെ എൻ്റെ കാർഡ് തന്നില്ല, അതിൻ്റെ ഒരു നമ്പർ മാത്രമേ തന്നിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ ഈ ശുശ്രൂഷകന് ചെറിയൊരു ആശുപത്രി കേസ് ഉണ്ടായപ്പോൾ ഞാനിതിൻ്റെ കാര്യങ്ങളെല്ലാം വെച്ച് അത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏകദേശം 1-2 കാര്യം ഒഴിച്ച് ബാക്കിയെല്ലാം ചേർത്ത് ഞാൻ അയച്ചു കൊടുത്തു. അത് തിരിച്ചു വന്നു. പിന്നെ വീണ്ടും അടുത്തൊരു അഡ്രസ്സ് തന്നു, അതിനകത്ത് അയച്ചു കൊടുത്തിട്ട് യാതൊരു റിപ്ലൈയും ഇല്ല. അന്ന് പറഞ്ഞത് ദേവലോകത്ത് നിന്ന് എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ നിങ്ങളെ വിളിക്കും എന്നാണ് പറഞ്ഞത്. പിന്നീട് അവർ വിളിച്ചിട്ടുമില്ല, അതിന് റിപ്ലൈ ഇല്ല. ഒന്നുകിൽ ഈ ഇൻഷുറൻസിൻ്റെ ഒരു കാർഡ് പുതുതായിട്ട് ചേർന്നവർക്ക് അച്ഛന്മാർക്കുള്ളത് ഒരു കാർഡ് കൊടുത്താൽ, അതിൻ്റെ പ്രായോഗികമായ കാര്യം എനിക്കറിയില്ല, എങ്കിൽ അത് കൊടുത്താൽ നല്ലതായിരിക്കും. മറ്റൊന്നുമില്ല എന്ന് ചിന്തിക്കുന്ന പ്രത്യേകിച്ച് എന്തെങ്കിലും മറുപടി പറയാനുണ്ടോ? പ്രായപരിധി സംബന്ധിച്ച് ശുശ്രൂഷക സംഘത്തിന് എന്തെങ്കിലും നിയമാവലികൾ നൽകുവാനായിട്ട് സാധിക്കും എന്ന് കരുതുന്നില്ല. അതാത് ഇടവകളുടെ പശ്ചാത്തലത്തിൽ ചില റെസ്ട്രിക്ഷൻസ് എടുക്കുവാനായിട്ട് സാധിക്കും. ചില ഇടവകളുണ്ട് കൂടുതൽ അംഗങ്ങൾ മദ്ബഹായിൽ കയറുന്നവരെ 2 സെറ്റുകളായിട്ട് നിശ്ചയിച്ചിട്ട് ഓരോ സെറ്റുകളെ ഓരോ ഞായറാഴ്ചകളിലായിട്ട് ടേൺ കൊടുക്കുന്ന പതിവുള്ള ചില ഇടവകളുണ്ട്. അതുപോലെയൊക്കെ നോക്കാം. +2 ക്ലാസ്സുകളിലേക്കൊക്കെ കടന്നു വന്നു കഴിഞ്ഞാൽ ഇവർ പിന്നെ എൻട്രൻസും അങ്ങനെയുള്ളത് പോകുന്നത് കൊണ്ട് അതിനു മുമ്പുള്ള കാലഘട്ടത്തിലേക്കാണ് പലപ്പോഴും മാതാപിതാക്കന്മാർ ഇവരെ നല്ല വഴിക്ക് നയിക്കാൻ വേണ്ടിയിട്ട് മദ്ബഹായിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്നുള്ള ആ സത്യമായ കാര്യം. അതിൽ നമ്മൾ വിവേചന ബുദ്ധിയോടുകൂടി അതാത് ഇടവകയുടെ പശ്ചാത്തലത്തിൽ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമേ അതിനകത്ത് കരണീയമായിട്ടുള്ളൂ എന്നുള്ളത് ആണ് പറയുവാനായിട്ടുള്ളത്. തങ്ങൾ വലിയവരായി എന്ന് ചിലർ കുഞ്ഞുങ്ങളെ ചിന്തിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് എന്തോ മറുപടി പറയുവാനായിട്ടാണ്. ഇൻഷുറൻസിൻ്റെ നടപടികളെ കുറിച്ച് വൈദികർക്കാണെങ്കിലും ശുശ്രൂഷകർക്കാണെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രാഥമികമായൊരു കർത്തവ്യം ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒരാൾ രോഗിയായിട്ട് നിശ്ചയിക്കപ്പെടുന്ന നിമിഷം തന്നെ
അതായത് ഒരു ഡോക്ടർ പറയാ ഇന്ന രോഗം സംശയിക്കുന്നു, അതിന് ടെസ്റ്റുകൾ നടത്തണം എന്ന് പറയുന്ന അവസരത്തിൽ തന്നെ ആ ഡോക്ടറിൻ്റെ കുറിപ്പ് സഹിത ഇൻഷുറൻസുകാരെ അറിയിക്കണമെന്നുള്ളതാണ് ഇൻഷുറൻസിൻ്റെ പ്രാഥമികമായ ഒരു ചുമതലയെന്ന് ഞാൻ പറഞ്ഞു. അതിനുശേഷമായിരിക്കണം രണ്ടാമത് ആ രോഗം നിശ്ചയിച്ചു കഴിഞ്ഞിട്ട് ആ ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ കൃത്യതയോടുകൂടി അവരുടെ അടുത്ത് എത്തിക്കുക. ആദ്യത്തേത് കഴിഞ്ഞിട്ടുള്ള ഫോളോ അപ്പ് പൂർത്തീകരിച്ച് അവരുടെ അടുക്കൽ എത്തി ഈ 2 ലെറ്ററുകൾ ലഭിച്ചു കഴിഞ്ഞിട്ട് എന്ന് വേണമെങ്കിലും ബാക്കി ഫുൾ ആപ്ലിക്കേഷൻ ചെന്നാൽ മതി. പക്ഷെ ഈ ആദ്യത്തെ 2 സ്റ്റേജ് നന്നായിട്ട് ചെയ്യാത്തിടത്താണ് പലപ്പോഴും ഇൻഷുറൻസിന് പ്രതിസന്ധി നേരിടുന്നത് എന്നാണ് എൻ്റെ പരിമിതമായ അറിവ്. അത് നമ്മൾ വൈദികരുടെ ആണെങ്കിലും ശുശ്രൂഷക്കാരുടെ ആണെങ്കിലും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എങ്കിലും അച്ഛൻ ഓർപ്പിച്ചതുപോലെ ഞങ്ങൾ സഭാകേന്ദ്രവുമായിട്ട് ബന്ധപ്പെടാം. കാർഡ് ലഭിക്കാത്തവർക്ക് കാർഡ് ലഭിക്കത്തക്കവണ്ണം ചില ഇടപെടലുകൾ നടത്താമെന്നുകൂടി ഈ അവസരത്തിൽ അറിയിക്കുന്നു. ഇതിനോട് ക്രിയാത്മകമായി സഹകരിച്ചതിലും ഇത്രയും സമയം ഇതിനോട് ചേർന്ന് ഇരിക്കുകയും ചെയ്തതിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. 2 കാര്യം കൂടി. ഒന്നാമത്, ശുശ്രൂഷകരെ പരിശീലിപ്പിക്കേണ്ടതിന് വേണ്ടി ശുശ്രൂഷക സംഘത്തിൻ്റെ നേതൃത്വത്തിൽ അഭിമന്യനായ ജോൺസ് എബ്രഹാം കോനാട്ടച്ചൻ എഴുതിയുണ്ടാക്കുകയും ശുശ്രൂഷക സംഘം പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ശുശ്രൂഷക മിത്രം എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. അത് വാങ്ങി നമ്മുടെ ശുശ്രൂഷകർക്ക് കൊടുക്കുന്നത് നന്നാണ്. 2, പ്രധാന ശുശ്രൂഷകർക്ക് വേണ്ടി അടുത്ത നവംബർ 11-ാം തീയതി അടൂർ ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിലാണ് അടുത്ത ക്യാമ്പ് ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളത്. നവംബർ മാസത്തിലെ 2-ാമത്തെ ആഴ്ചയിൽ അത് അച്ഛന്മാർ ശ്രദ്ധയിൽപ്പെടുകയും നവംബർ മാസത്തിൽ അതിൻ്റെ നോട്ടീസുകൾ പുറകാലെ എത്തിക്കുന്നതായിരിക്കും. മെനു കൃത്യമായിട്ട് അറിയിക്കുന്നതായിരിക്കും. ഏതായാലും നവംബർ 2-ാം വാരത്തിൽ അടൂർ ഭദ്രാസനത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും അടുത്ത യോഗം ക്രമീകരിക്കപ്പെടുന്നതിനുള്ള ആലോചനകൾ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അച്ഛന്മാർ ശ്രദ്ധിക്കുകയും പ്രധാന ശുശ്രൂഷകരെ മാത്രം, മറ്റ് ശുശ്രൂഷകരെ വിടേണ്ടതായിട്ടില്ല, അതാത് ഇടവകളിലെ പ്രധാന ശുശ്രൂഷകരെ മാത്രം ആ കോൺഫറൻസിലേക്ക്, ഒരു ദിവസത്തെ കോൺഫറൻസേ ഉള്ളൂ, വിടുകയും ചെയ്യണം. മെയ് മാസത്തിൽ നടത്തുന്ന കോൺഫറൻസ് പ്രധാന ശുശ്രൂഷകർക്കുള്ളതല്ല. പ്രധാന ശുശ്രൂഷകരെ അല്ല മെയ് മാസത്തിലെ കോൺഫറൻസിൽ വിടേണ്ടത്, മറ്റ് ശുശ്രൂഷകരെ ആണെന്നുകൂടി ശ്രദ്ധിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഇത്രയും സമയം എല്ലാവരും കേട്ടിരുന്നതിന് പ്രത്യേകമായ നന്ദി. ഇപ്പോഴ് മാത്യു ജോണച്ചൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഈ കോൺഫറൻസിൻ്റെ കൽപ്പനകളും ഇതുപോലെ തന്നെ അറിയിപ്പുകളും ഒക്കെ ലഭിക്കുമ്പോൾ ശുശ്രൂഷക്കാർ പൊതുവേ പറയാറുണ്ട്, അത് പള്ളി വായിക്കാറില്ല, ഞങ്ങൾ അറിയാറില്ല. ദയവ് ചെയ്ത് ഈ കേൾക്കുന്നവരും എങ്കിലും ആ വിധത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കണം, അവരെ അറിയിക്കണം, അതിലൊരു അയക്കണം. അതുപോലെ തന്നെ പ്രായപരിധിയെക്കുറിച്ച് പലയിടത്തും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും 16 വയസ്സ് കഴിഞ്ഞ് കയറാൻ കുഞ്ഞുങ്ങളെ കിട്ടുകയില്ല. അതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ മധുവായിൽ കയറുന്നത്. പക്ഷേ തീരെ പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളെ വരുമ്പോൾ വൈദികരത് നിരുത്സാഹപ്പെടുത്തണം. ഏതാണ്ട് ഒരു 8-ലോ 10-ലോ പല ഭദ്രാസനങ്ങളിലും അതിന് നിയമങ്ങളുണ്ട്. ആ വിധത്തിൽ കണ്ടുവരണം. ഇപ്പോഴേ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, പല പള്ളിയിലും ആൺകുട്ടികൾ മുഴുവനും അങ്ങ് മധുവായി കയറുക. കാരണം പള്ളി താഴെ നിൽക്കാൻ ആർക്കും താല്പര്യമില്ല, എല്ലാവരും അകത്ത് കയറുകയാണ്. അത് ഒന്ന് നിയന്ത്രിച്ച് ആവശ്യത്തിനുള്ള ആളുകൾ മധുവായിൽ കയറുക. അതൊരു ടേൺ ഇട്ടിട്ട് ഒരാഴ്ച, അടുത്ത ആഴ്ച പുതിയ ഒരു സെറ്റ് കയറത്തക്ക വിധം. അല്ലാതെ 10-60 പേര് ഈ മറയുള്ളത് കൊണ്ട് ഇതിനകത്ത് കയറി നിന്ന് ഇങ്ങനെ വിരകുന്നത് ഒരു നല്ല പ്രതിഭാസമല്ല. അതും വൈദികരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. മാക്സിമം ഒരു 10-12 പേരിൽ കൂടുതൽ മധുവായിൽ നിൽക്കാൻ ആവശ്യമില്ല. അതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഒരിക്കൽ കൂടി എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. വൈദിക സംഘം അതിന് സമയം അനുവദിച്ച് അവരോടും പ്രിയപ്പെട്ട അമേലച്ചനോടും അതിൻ്റെ സംഘാംഗങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കും.